ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ കടകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പീനട്ട് ബട്ടറിന് നല്ല റേറ്റ് ആയിരിക്കും ഇല്ലേ, നല്ല വിലയായിരിക്കും. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇച്ചിരി കപ്പലണ്ടിയൊക്കെ മേടിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാം? വാ. പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പച്ച കപ്പലണ്ടി വാങ്ങണം. പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇത് കിട്ടും. ഞാൻ 1 കിലോയാണ് വാങ്ങിയത്, 180 രൂപയായി. എല്ലാവർക്കും വേണ്ട അത്രയും തൂക്കത്തിലുള്ളത് വാങ്ങാം. എന്നിട്ട് ഇത് പാനിലോ ചട്ടിയിലോ ഒക്കെ ഇട്ട് വറുത്തൊന്ന് എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ എന്നിട്ട് അത് മിക്സിയിൽ നിറയ്ക്കണം. എന്നിട്ട് ഒന്ന് കറക്കി എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയും ഇതുപോലെ. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇടണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുക്കുമ്പോൾ ഇങ്ങനെയാകും, ഒരു ക്രീം ഷേപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് തേൻ കൂടുതൽ ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കൂടെ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേക്കും കണ്ടോ, നല്ല ക്രീം പരുവത്തിലായി. ഇത്രയും സിമ്പിളാണ് പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ. ഇനി ഇത് ഏതെങ്കിലും ബോട്ടിലേക്ക് മാറ്റണം. 2 ഡേയ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഒരു കാര്യം പറയാൻ മറന്നു. ഈ പീനട്ട് ബട്ടർ ഡെയിലി കഴിക്കുന്നുണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ മസിൽ റിക്കവർ ആവും, പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ആവും, എനർജി ബൂസ്റ്റിങ് കിട്ടും, നമ്മുടെ ഹാർട്ടിൻ്റെയും ബോൺസിൻ്റെയും ഒക്കെ ഹെൽത്തിനും നല്ലതാണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയോ? ഫൈബർ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സൈഡ്സ്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അതിനകത്ത് കൂടുതലും ആഡഡ് ഷുഗറും പിന്നെ ആഡഡ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും ഒക്കെ അതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ ലേബിൾ നോക്കാതെ മേടിക്കുന്ന ചങ്കുകൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തര ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് ഫുഡാണ്. അപ്പം ഇത് ഡെയിലി കഴിക്കുന്നവരുടെ ഒരു ഗുണം എന്താണെന്ന് അറിയാം? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് 39% കുറവാണ്. അത് ചില്ലറ കാര്യമാണോ? പിന്നെ നമ്മുടെ ബൾക്കിങ്ങിലൊക്കെ നോക്കുന്ന നമ്മുടെ ജിമ്മന്മാർ ചങ്കുകളൊക്കെ, അതായത് ഇച്ചിരി വണ്ണമൊക്കെ വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ, അവർക്കൊക്കെ പറ്റിയ സാധനം ഇത്. അതായത് ഡെയിലി ഒരു 2 to 3 times ഒക്കെ ഇതൊന്ന് കഴിച്ചാൽ മതി. നല്ല പോലെ അത്യാവശ്യം വണ്ണവും കിട്ടും. നല്ല ബൾക്കിങ്ങിൽ നിൽക്കുന്ന വർക്കൗട്ടും ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ബൾക്കിങ്ങും നടക്കും. കാരണം ഇതിനകത്ത് ഫൈബറുണ്ട്, നമുക്ക് മസിൽ റിക്കവർ ആവാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് ഫൈബർ ഉണ്ട്, പിന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, നല്ല സ്ലീപ്പിംഗ് ക്വാളിറ്റിയൊക്കെ കിട്ടും. എന്തുകൊണ്ടും ഹെൽത്തിയസ്റ്റ് ആണ്. അപ്പോൾ ഹാർട്ടിനും നല്ലതാണ്, നമ്മുടെ ബോൺസിന് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് നല്ല സാധനമാണ്. പിന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കാണെങ്കിലും ഇതിപ്പോൾ വീക്കിലി ഒരു 4 times ഒക്കെ കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പം നമ്മുടെ ചങ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ഇത് ഒരുപാട് ഗുണമുള്ളതാണ്. നമ്മുടെ ഗുണം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ചങ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കും. ഇതുകൊണ്ടുള്ള ഹെൽത്തിയസ്റ്റ് ടിപ്സുകളൊക്കെ ഇനിയും ഞാൻ ഇടാം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക. അപ്പം ആൾക്കാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി എങ്ങനെ പൊക്കോട്ടെ. ടാറ്റാ.